ഈ ദുനിയാവ് നിന്റെ കൈവെള്ളയിൽ ലഭിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള എന്തെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നാലും നീ വിഷമിക്കേണ്ടതില്ല. നീ നിന്റെ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി സൂക്ഷ്മത വെച്ചുകൊണ്ട് നിലനിർത്തണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞതാണ്. ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരാകണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വസ്ഹുസ്നു ഖലീഖത്തിൻ വസിദ്ഖു ഹദീസിൻ വഹുസ്നു ഖലീഖ. നീ അമാനത്തിനെ പരിപൂർണമായി ഉത്തരവാദിത്തങ്ങളെ സൂക്ഷിക്കുക മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കണേ. സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നിലകൊള്ളണേ. വസിദ്ഖു ഹദീസൻ, വായെടുത്താൽ മോശത്തരം പറയാൻ പാടില്ല. ഒരു കളവ് പോലും മുഅ്മിനേ നിന്റെ നാവിൽ നിന്ന് പറയാൻ പാടില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സത്യം മാത്രം പറയുക, അങ്ങനെ ജീവിക്കുക. സാധിക്കുമോ? നമുക്ക് സാധിക്കും, നല്ലതുപോലെ പരിശ്രമിച്ചാൽ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോകുമ്പോൾ വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണേ, ഇവിടെ യതീമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, ഒരു ജ്യേഷ്ഠൻ കൂടിയുണ്ട്. രണ്ടുപേർക്കും കൂടി വാപ്പ അനന്തരമാക്കി വെച്ചതാകുന്ന ഒരു മനോഹരമായ പൂന്തോട്ടം, അത് പരിപൂർണമായി വിറ്റ് അതിന്റെ പൈസ ഡിവൈഡ് ചെയ്ത് രണ്ടുപേർക്കും കൊടുത്തു. 80 സ്വർണ്ണ നാണയം കിട്ടി. അതിൽ നിന്ന് ഒരാൾക്ക് 40 സ്വർണ്ണ നാണയവും മറ്റേ ആൾക്ക് 40 വീതിച്ചു. ആ 40 സ്വർണ്ണ നാണയമാണ് പോക്കറ്റിന്റെ ഒരു ഭാഗത്ത്, കുപ്പായത്തിന്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ഒരു പോക്കറ്റ് അടിച്ച് അതിനുള്ളിൽ ഉമ്മ തുന്നി ചേർത്ത് കൊടുത്തത്. ആരും കണ്ടുപിടിക്കൂല. ആ നിലയ്ക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോവുകയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എത്ര കൊല്ലം പഠിച്ചു? 33 കൊല്ലം ഇൽമ പഠിച്ചു. 18 to 33 കൊല്ലം ഇൽമ പഠിച്ചു. 40 കൊല്ലം പിന്നീട് ദർസ് നടത്തി. എന്റെ വിഷയം അതല്ല. ഈ പോകുന്ന വഴിയിൽ കൊള്ളക്കാര് പിടിച്ചു. വിശാലമായ ചരിത്രം നമുക്കറിയാം, ചുരുക്കി പറയാൻ. ദേഹം മുഴുവനും പരിശോധന നടത്തി, ഒന്നും കിട്ടിയില്ല. അവർ പോകാൻ പോകുമ്പോൾ കൊള്ളത്തലവൻ ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടടാ എന്ന് ചോദിച്ചു. ഈ ഒന്നും ഇല്ലാതെയാണ് ഈ നടക്കുന്ന യാത്ര പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ കയ്യിലുണ്ടല്ലോ, ഇങ്ങോട്ട് ചോദിക്കണ്ടേ? എന്തുണ്ട്? സ്വർണ്ണ നാണയമുണ്ട്. എത്രയുണ്ട്? 40 സ്വർണ്ണ നാണയമുണ്ട്. എവിടെ? ഇവിടെ കാണിച്ചു കൊടുത്തു. കുപ്പായത്തിന്റെ അടിയിൽ. കൊള്ളക്കാരനാകെ ഞെട്ടി. ഇങ്ങനത്തെ ഒരു കുട്ടിയോ? കാരണം ഫുള്ള് പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. പോകാൻ വേണ്ടി തുനിയുമ്പോഴാണ് ചോദിച്ചത്, എൻ്റെ കൈ വല്ലതും വെച്ചോണ്ട് വേണ്ടടാ യാത്ര ചെയ്യാം. ബഗ്ദാദിലോട്ടൊക്കെ പോകുമ്പോൾ, ഇത്രയും ദൂരത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പൈസ പോലും ഇല്ലാതെയാണോ പോകുന്നത്? പൈസയല്ല, സ്വർണം തന്നെ വെച്ചിട്ടുണ്ട്. ഇത് എവിടെ ഉണ്ട്? 40 സ്വർണ്ണ നാണയം തുറന്ന് കാണിച്ചു കൊടുത്തു. കൊള്ളത്തലവന് ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു കൊടുക്കാൻ സത്യം പറഞ്ഞതിന്റെ പേരിൽ ആ കൊള്ളത്തലവൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മളാണെങ്കിലോ സ്വർണ്ണ നാണയം കണ്ടിട്ട് പോലും ഇല്ല. 5 പൈസ ഇല്ലാതെ നമ്മളെ ഉമ്മ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ഒന്നുമില്ല. നിങ്ങളുടെ വല്ലതും ഉണ്ടെങ്കിൽ എന്താ തരണേ? കൊള്ളത്തലവനോട് അങ്ങോട്ട് ചോദിക്കും. കാരണം എന്താ? ഇത് മൊത്തം കൊണ്ടുപോയെങ്കിലും. അതാണ് നമ്മുടെ ചിന്താഗതി. ഇത് കൊണ്ടുപോയാലും വിഷയമില്ല, സത്യമേ പറയുള്ളൂ. ഉമ്മ അതാ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 7 to 14 വരെയുള്ള വയസ്സ് വരെ മക്കൾക്ക് എന്തു കൊടുക്കണം? അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം. അപ്പയുടെ ഉത്തരവാദിത്വമാണ്. 14 വയസ്സ് മുതൽ 21 വരെ വസാഹിബുഹും സബ്അ, അവരോട് നല്ല കൂട്ടുകാരായിട്ട് മാതാപിതാക്കൾ നിലകൊള്ളണേ എന്ന് അലി റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ പോലെ നിലകൊള്ളണം. 14 to 21 ആ പ്രായത്തിലാണ് ഇവൻ പ്രേമിക്കാൻ തുനിയുന്നത്. ആ പ്രായത്തിലാണ് ഇവൾക്ക് മറ്റുള്ളവൻ മോശപ്പെട്ട ചേഷ്ടകൾ കാണിച്ച് ഇവളെ വശീകരിക്കാൻ, മകളെ വശീകരിക്കാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ വാപ്പയും ഉമ്മയും കൂടുതൽ അറ്റാച്ച്മെന്റ് ആ സമയം കാണിച്ചാൽ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് പറയും, റോഡിൽ ഇന്നൊരുത്തനുണ്ട്, ഉമ്മച്ചി എന്നെ കണ്ടോണ്ട് അവൻ ഇങ്ങനെ വരികയായിരുന്നു, ഉമ്മ അവൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, വാപ്പ അവിടെ റോഡിലൊരുത്തൻ അവിടെ നിന്നിട്ട് എന്നെ ശൂളം വിളിക്കുന്നുണ്ട് എന്ന് പറയാൻ ഈ മകളും മകനും തയ്യാറാകും. അവിടെ ഒരുത്തൻ എന്നെ കഞ്ചാവിന് ഒന്ന് സെയിൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയും. അല്ലെങ്കിൽ ഞാൻ ഇന്നവിടെ പോയപ്പോൾ എന്നോട് ഒരുത്തം വന്നിട്ട് സിഗരറ്റ് വലിക്കാൻ വേണ്ടി പൈസ രോധി ചോദിച്ചു, അല്ലെങ്കിൽ അവൻ വാങ്ങിച്ചു തരാം നാളെ എന്ന് പറയാണ്. അപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും ഇടപെടാൻ പറ്റും. ഇത് തീന്മേശയിൽ ബന്ധമില്ല. മക്കളെ ജനിപ്പിച്ചതിന് ശേഷം പിന്നീട് അവരോട് ഒരു മിനിറ്റിരുന്ന് സംസാരിക്കാൻ പോലും വാപ്പാക്ക് സൗകര്യമില്ല. അപ്പോൾ വലിയ തിരക്കിന്റെ ലോകത്താണ്. ഒന്നില്ലെങ്കിൽ പ്രവാസി, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഇങ്ങനെ കച്ചവടം, മറ്റു ബിസിനസ്, അതിന്റെ പുറകെ നിൽക്കാൻ. എപ്പോഴും വലിയ ദേഷ്യപ്രകൃതം, മക്കളോടൊക്കെ എപ്പോഴും ദേഷ്യം, അവരെ അടിക്കുന്നു. ഉമ്മയും ദേഷ്യം കാണിച്ചെങ്കിലേ മക്കൾ നന്നാവൂ എന്നുള്ള ചിന്താഗതി. അങ്ങനൊന്നുമല്ല. എത്ര അടിയാണ് അടിച്ചിട്ടുള്ളത് സ്വഹാബത്ത് അവരുടെ മക്കളെ? ചരിത്രമെടുത്ത് പരിശോധിക്കാം. തെറ്റ് ചെയ്താൽ അടിക്കണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം, അത് വേണം. പക്ഷേ അടിക്കുകയും ശകാരിക്കുകയും അത് മാത്രമായി ജീവിതം കൊണ്ട് നടക്കുകയും ചെയ്യരുത്. ഈ 3 ഘട്ടങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ കുടുംബത്തിലെ ഉത്തരവാദിത്വം വൃത്തിയായി കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സത്യസന്ധത പുലർത്തിയതുകൊണ്ട് വൈദ്യൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഉന്നതമായ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു. ഔലിയാക്കളുടെ നേതൃത്വ പദവിയിലേക്ക് അള്ളാഹു എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വലിയൊരു വിഷയമാണ്. ജീവിതത്തിൽ സത്യം പറയുക, നാവുകൊണ്ട് ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക. നാവ് വളരെ വിഷയമാണ്. ഈ നാവ് കൊണ്ട് തന്നെ സ്വർഗത്തിൽ കടക്കാനും പറ്റും. ഈ നാവ് കൊണ്ട് തന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ ഹബീബായ നബി തങ്ങൾ ആ കൂട്ടുകാരോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ തഖല്ലലൂ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ കൂട്ടുകാരെ, ഒന്ന് പല്ലുകുത്തണേ നാട്ടുകാരെ. ഉടനെ അവർ പറഞ്ഞു അത്രേ, മാ തുഇന്നാ അൽയൗമ തുആമാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും തന്നെ ഭുജിച്ചിട്ടില്ല. ഒന്നും കഴിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത്? ഇറച്ചി കഴിച്ചവരല്ലേ അതിനുശേഷം പല്ലുകുത്തേണ്ടതുള്ളൂ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ, പട്ടിണിയാണ്, പട്ടിണിയാണ്. മാ തുഇംനല്ലൗമ തുആമാ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇന്നീല അറാ ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന ഫനായാക്കും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനാ പറഞ്ഞില്ലേ, ഫസാദ് പറഞ്ഞില്ലേ, പരദൂഷണത്തിൽ ഏർപ്പെട്ടില്ലേ, അവനെ കുറിച്ച് അവനില്ലാത്ത സമയത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് നിലകൊണ്ടില്ലേ? അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സഹാബ, അതൊന്ന് കുത്തിക്കളയണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമായ കാര്യമായി കാണരുതേ. ഈ നാവ് കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാം, ഈ നാവ് കൊണ്ട് തന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ
വഹദൈനാഹു അന്നജ്ദൈൻ. അവന് നാം മനോഹരമായ നയനങ്ങളെ നൽകിയില്ലയോ, മനോഹരമായ കണ്ണ് നാം സമ്മാനിച്ചില്ലയോ, വലിസാനൻ ഒരു നാവിനെയും നാം നൽകിയില്ലയോ, വശഫതൈനി രണ്ട് ചുണ്ടുകളും നാം നൽകിയില്ലയോ. അല്ലാഹു ചോദിക്കാൻ, മനുഷ്യ നിനക്ക് നാം രണ്ട് കണ്ണ് നൽകിയില്ലേ, മനുഷ്യ നിനക്ക് നാം രണ്ട് മനോഹരമായ ചുണ്ട് നൽകിയില്ലേ, നിനക്ക് നാം വലിസാനൻ നാവ് നൽകിയില്ലേ. അല്ലാഹു ചോദിക്കാൻ, എന്താ അല്ലാഹു ചോദിച്ചില്ല? ചുണ്ട് പറഞ്ഞു, നാവ് പറഞ്ഞു, ഇതിനിടയിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഇൻഷുറൻസ് കിട്ടുന്ന പല്ലിനെ പറഞ്ഞില്ല. പറഞ്ഞില്ല. എന്താ കാര്യം? കുഴിമന്തിയും കിഴിപൊറോട്ടയും കഴിക്കലല്ല ദുനിയാവിൽ മുഖ്യം. ഏതാണ്? ഈ നാവ് കൊണ്ട് കാണേണ്ട ദൃഷ്ടാന്തങ്ങൾ കണ്ട് അത് ഹൃദയത്തിൽ കൊടുത്ത് നാവും ചുണ്ടുമനക്കി റബ്ബിന് ദിക്ർ ചെല്ലാനാണ് മുഅ്മിനിനെ പടച്ചിരിക്കുന്നത്. പല്ല് പറഞ്ഞില്ല, അവന് ഞാൻ പല്ല് കൊടുത്തില്ലേ എന്ന് അല്ലാഹു പറഞ്ഞില്ല. ചിന്തിക്കണം, ഖുർആനിലെ ഒരു ആയത്തും എത്ര ചിന്തനീയമാണ്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അവന് നാം മനോഹരമായ കണ്ണ് നൽകിയില്ലയോ, രണ്ട് കണ്ണുകളെ നാം അവന് സമ്മാനിച്ചില്ലയോ, അവന് നാം നാവ് സമ്മാനിച്ചില്ലയോ, അവന് നാം രണ്ട് ചുണ്ടുകളെ നാം നൽകിയില്ലയോ. എന്തേ അവൻ നന്ദി പ്രകാശിപ്പിക്കാതെ പോയത് എന്ന് വിശുദ്ധമായ ഖുർആൻ. നാവ് വളരെയേറെ പ്രധാനമായതാണ്, വളരെ പ്രധാനമായതാണ്. സത്യമേ പറയാവുള്ളൂ, മോശപ്പെട്ട കാര്യത്തിന് നിലകൊള്ളരുത്, കള്ളസത്യം ചെയ്യരുത്. ഒരു ദിവസം മകൻ മദ്രസയിൽ വന്നില്ല, ഉടനെ ഉമ്മ തന്നെ കത്തെഴുതി വിടുക. മകൻ കരയുക, ഉമ്മ മദ്രസയിൽ പോകുമ്പോൾ ഉസ്താദ് അടിക്കും. ഉടനെ ഉമ്മ എന്നെ കത്തെഴുതി വിടുകയാണ്, എൻ്റെ മോന് തലവേദനയായിരുന്നു. ലുലുമാളിൽ പോയി ഇരിക്കുന്ന കണ്ടതാ ഉസ്താദ് തലേ ദിവസം. എന്നിട്ട് പറയാണ് തലവേദനയായിരുന്നു. എഴുതി വിടുന്ന ആരാ? സ്വാലിഹത്തായ ഉമ്മ. 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 4 ഉംറ ചെയ്യാണ്, അടുത്ത ഉംറയ്ക്ക് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. സ്വർണ്ണ കമ്മലൊക്കെ ഊരി കൈ പിടിച്ചിരിക്കാൻ, പള്ളിക്ക് കൊടുക്കാൻ, എല്ലാം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ മൊത്തം കള്ളത്തരങ്ങൾ, കുരുത്തക്കേട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ മക്കളെ പഠിപ്പിക്കല്ലേ ഇത്, നമ്മളതിന് കൂട്ടു നിൽക്കാൻ. വാപ്പ വിളിച്ചിട്ട് പറയാം, ആ ഉസാ ഇവൻ ഇന്നലെ വയ്യായിരുന്നു കേട്ടോ, നമ്മളെ മോളം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇല്ല, അധികാരത്തിന്റെ ഹാജിയായിരുന്നു. അതിനെന്താ കുഴപ്പം? ഇന്നലെ വരാൻ പറ്റിയില്ല, അവർക്ക് ഇന്നലെ കാലിൽ ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്ക്. എന്നിട്ട് ഈ വാപ്പ തന്നെ മകൻ പിന്നീട് കളവ് നടത്തുക. വാപ്പാടെ പോക്കറ്റിൽ നിന്ന് 25,000 രൂപ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പള്ളിയിൽ ഇതേ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട്, എന്റെ മോൻ പോയി, ഇത്ര ഗുരുത്തം കേട്ടവനാന്ന് അറിഞ്ഞില്ല, ഉസ്താദ് ദ്വാരക്കണം. അവൻ വീട്ടിൽ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്വർണ്ണമായിട്ട് പോയി കളഞ്ഞു. ഈ വാപ്പാനെ പറയാ, കാരണം എല്ലാം പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കണം, എങ്കിലേ വിജയിക്കൂ. തീർന്നില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഹുസ്നു ഖലീഖ. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ സൽസ്വഭാവം നിലനിർത്തി പോരണേ. മോശപ്പെട്ട സ്വഭാവങ്ങൾ ഒരിക്കലും മാതാപിതാക്കൾക്കെന്നല്ല ഒരാൾക്കും പാടില്ലാത്തതാണ്. മോശപ്പെട്ട സ്വഭാവം അത് നമുക്ക് പാടില്ല. സൽസ്വഭാവികളായിരിക്കണം. നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോഴേ നബിയുടെ സ്വഭാവ ഗുണത്തെ പറ്റി പറയുമ്പോഴേ പറയുന്നത് എന്താ? സൽസ്വഭാവിയായിരുന്നു. എന്തിനാ അത് പഠിപ്പിക്കുന്നത്? നമ്മൾ അങ്ങനെ ആയിത്തീരാനാണ്. അൽ അമീനാൻ, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. എന്തിനാ അത് പഠിപ്പിക്കുന്നത്? നമ്മുടെ മക്കളും അതുപോലെ ആകാനാണ്, നമ്മളും അതുപോലെ ആയിത്തീരാനാണ്. അല്ലാതെ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അങ്ങനെയല്ല. അതുപോലെ ആകാൻ വേണ്ടി നമ്മളും പരിശ്രമിക്കുക. അതിനാണല്ലോ നബിതങ്ങളുടെ സുന്നത്തുകളെ, നബി പിന്തുടർന്നതാകുന്ന മുഴുവൻ ആചാര അനുഷ്ഠാനങ്ങളെ പരിപൂർണമായി അനുധാവനം ചെയ്യുന്നതിന്റെ കാര്യവും അത് തന്നെയാണ്. ആ നബിയെ പോലെ ആകലാണ് നമ്മുടെ ലക്ഷ്യം. വഹുസ്നു ഖലീഖത്തിൻ, സൽ സ്വഭാവം നമ്മളിൽ അനിവാര്യമാണ്.
നല്ല സ്വഭാവം നമ്മളൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകണം. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. പരിപൂർണമായ കാര്യം ശ്രദ്ധിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്, വഹുസ്നു ഖലീഖത്തിൻ, നല്ല സ്വഭാവം, സൽസ്വഭാവം നിർബന്ധമാണ്. മുഅ്മിനായ മനുഷ്യന് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തൽ സൽസ്വഭാവമാണ്. അത് അടിവരയിടേണ്ട ഒരു വസ്തുതയാണ്. നമുക്കും വേണം, നമ്മുടെ മക്കൾക്കും വേണം, സന്താന പരമ്പരകൾക്കും വേണം. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പലർക്കും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ തലമുറകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വീട്ടിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോ പുതിയൊരു ആചാരം തുടങ്ങിയിട്ടുണ്ട്. ആരെ അറിയിക്കാതെ സർപ്രൈസ് കൊടുക്കുക, പ്രത്യേകിച്ച് പ്രവാസികൾ. വലിയ തെറ്റാണത്, കടുത്ത തെറ്റാണ്. ഇസ്ലാമിൽ അങ്ങനെയില്ല. ഇസ്ലാമിൽ വീട്ടുകാരെ നേരത്തെ അറിയിക്കണം. അതാണ് ഈ അടുത്തിടെ അത് വലിയ ട്രെൻഡാക്കി കൊണ്ടുവന്നിരിക്കാൻ. നേരത്തെ തന്നെ അതിനുവേണ്ടി ഇവൻ തയ്യാർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഭാര്യയെ വിളിക്കും, എന്തുകൊണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഗൾഫ് നമ്പറുകളിൽ നിന്നൊക്കെ വിളിച്ചിട്ട് നാട്ടിലെത്തിയിട്ടുണ്ടാകും. എന്നാലും കുറേ നേരമൊക്കെ സംസാരിച്ച് അവസാനം കോള് വിളിച്ചുകൊണ്ട് തന്നെ ആ കഥ ഉറക്കെന്ന് പറഞ്ഞ് കയറിച്ചില്ല. ഉടനെ ഭയങ്കര ഞെട്ടുന്നു, ഉടനെ ഫോൺ എടുക്കുന്നു, യൂട്യൂബിൽ പിടിക്കുന്നു, അത് ഭയങ്കരമായിട്ട് ക്ലിപ്പാക്കി ഇട്ട് കൊടുക്കുന്നു. ഉമ്മായും വല്യുമ്മായും കൊച്ചുമ്മായും നാട്ടുകാരും എളാമ്മായും ഒക്കെ ഞെട്ടുന്ന രംഗങ്ങൾ. ഓ, വലിയ സംഭവമായി. പാതിരാത്രി സമയത്ത് കയറി ചെന്നിട്ട് കാണിക്കാൻ. അത് ഇസ്ലാമിലില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മുന്നറിയിപ്പില്ലാതെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറാനും പാടില്ല. സ്വന്തം വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും അസ്സലാമു അലൈക്കും പറയണമെന്നാണ് വീട്ടിലേക്ക് കയറുമ്പോൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ അനസോ, അല്ലയോ അനസേ, അനസേ, ഇദാ ദഖൽത ഫീ മൻസിലിക, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസല്ലിം അലൈഹി, അവരോട് നീ സലാം പറയണേ. യകുൻ ബറകതൻ ലക വഅലാ അഹ്ലിക, ആ അസ്സലാമു അലൈക്കും പറയലുകൊണ്ട് നിനക്കും ഐശ്വര്യമാണ്, നിന്റെ വീട്ടുകാർക്കും ബറക്കത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ഒരു സ്വഭാവം നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്ന് അന്യമായി പോയില്ലേ? മക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, മുമ്പ് മദ്രസയിൽ നിന്ന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മാതാപിതാക്കൾ അറിഞ്ഞിരുന്നു. ഇന്ന് സ്കൂളിലേക്ക് പോയാലും മദ്രസയിലേക്ക് പോയാലും, മദ്രസയിൽ നിന്ന് തിരിച്ചു വന്നാലും സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാലും വാപ്പയും ഉമ്മയും അറിയുന്നില്ല. അവരുടെ അടുക്കൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും മക്കൾ പറയാറുമില്ല. ഇത് വളരെ കുറഞ്ഞുപോയി, അന്യം വന്നു പോവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുമ്പ് അങ്ങനെയല്ല. ഈ ഇരിക്കുന്ന ഓരോരുത്തരും വാപ്പാടെ ഉമ്മ അടുത്തുണ്ട്, ഉമ്മ മദ്രസയിൽ പോകണം, അസ്സലാമു അലൈക്കും. വാപ്പ അടുത്തുണ്ട്, അപ്പൊ മദ്രസയിൽ പോകണം, അസ്സലാമു അലൈക്കും. ഞാൻ ഈ പറയുന്നതൊക്കെ നിസ്സാര വിഷയങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഖുർആനും ഹദീസും ഈ വിഷയത്തിലൊക്കെ പരുതുമ്പോൾ വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. നമ്മുടെ വീടുകൾ ബറക്കത്തില്ലാതായി പോയതിന്റെ കാരണങ്ങൾ ഇതാണ്. ചെറിയ മകനാണ് അനസ് റളിയല്ലാഹു അൻഹു. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നബിക്ക് സേവനം ചെയ്തുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. 10 കൊല്ലമേ നബിക്ക് ഖിദ്മത്ത് എടുക്കാൻ സൗഭാഗ്യം കിട്ടിയ ഒരു സഹാബിയാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവരുടെ ദറജ ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നോട് നബി തങ്ങൾ നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ നീ എന്തിനത് ചെയ്തു എന്ന് എന്നോട് നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. നബിയുടെ സ്വഭാവ വിശേഷണത്തിന് വിശദീകരിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, 10 കൊല്ലം തന്റെ കീഴിൽ സേവനം ചെയ്തതാകുന്ന വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണ്. ഒന്ന് ചിന്തിക്കണം നമ്മൾ.
അനസ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, യാ അനസൂ, അല്ലയോ പൊന്നുമോൻ അനസേ, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നുമ്പോ നീ അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ചെല്ലണേ. യകുൻ ബറകതൻ ലക വഅലാ അഹ്ലിക, നിനക്കും നിന്റെ കുടുംബത്തിനും അത് ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ذلكم خير لكم إن كنتم تعلمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടല്ലാത്ത മറ്റുള്ള വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണേ. സാവകാശം വേണേ കയറാൻ, അസ്സലാമു അലൈക്കും പറയണേ. സലാം പറയാതെ ഒരു വീട്ടിലേക്കും നിങ്ങൾ കടക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ ഇന്നത്തെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോയ വിജ്ഞാനമാണ്, പഠിച്ചു വെക്കേണ്ടതാകുന്ന വാക്യമാണ്, ഖുർആനികമാകുന്ന കൽപ്പനയാണ്. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാർക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാവുള്ളൂ. നിങ്ങൾക്കും അതുകൊണ്ട് രക്ഷയാണ്, ആ വീട്ടുകാർക്കും അത് ഗുണമാണ്. ദാലികും ഖൈറുൽ ലക്കും, അതാണ് ഏറ്റവും ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ഈ വിഷയമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതാണ് ഏറ്റവും കരണീയമെന്ന് മനസ്സിലാക്കണേ. ഫഇൻ ലം തജിദൂ ഫിഹാ അഹദാ, ആ വീട്ടിൽ ആരുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ, മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോഴേ പാലിക്കേണ്ട മര്യാദ, ഇതൊക്കെ ഇന്നത്തെ തലമുറ പഠിക്കണം. വെറുതെ ഖബറും നരകവും മഹ്ശറയും ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ജീവിത ദിനചര്യകളിലുള്ളതാണ്. അയൽവക്കാരന്റെ വീട്ടിൽ പോവാൻ അടുക്കളയിൽ നിന്ന് പുക വരുന്നുണ്ട്, അപ്പൊ അവൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ, അസ്സലാമു അലൈക്കും പറഞ്ഞ് നോക്കിയിട്ട് അനക്കമൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും ജനല് തുറന്നു കിടപ്പുണ്ടോ എന്ന് നോക്കാണ്, ഒളിഞ്ഞു നോക്കാണ്. ആജിയാര് 30 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒളിഞ്ഞോട്ടത്തിനൊരു കുറവുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കൂടെ റിപ്ലൈ ഇല്ലെങ്കിൽ യാ അല്ലാഹ് തിരിച്ചു പോയിക്കോണം. ഇപ്പൊ പിന്നെ കോളിംഗ് ബെല്ല് സിസ്റ്റം ഉണ്ട്, ആയിക്കോട്ടെ അതടിക്കുക, അസ്സലാമു അലൈക്കും പറയാം. സലാം പറയുന്നതിന് എന്തായാലും ഖുർആനിൽ വിലക്കില്ല, അത് പറയല് തന്നെ. വീട്ടുകാരെ ഉണർത്താനാണ് കോളിംഗ് ബെല്ല്. എന്നിട്ട് നമ്മൾ അത് അടിച്ചതിന് ശേഷം അസ്സലാമു അലൈക്കും എന്നവിടെ അസ്സലാമു അലൈക്കും. അപ്പൊ വീട്ടുകാരൊരു 10 രൂപയായിട്ട് വരും. കാരണം ഈ അസ്സലാമു അലൈക്കും പറയുന്നത് ആരാണ്? ഏതോ ഒരു പിരിവുകാരല്ലാതെ ഇന്ന് വരെ ജീവിതത്തിൽ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടില്ല. അവരൊരു 10 രൂപയായിട്ട് ഇറങ്ങി വരും. വന്നോട്ടെ, അപ്പൊ നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിരിവിനല്ല എന്നുള്ളത്. ഇത് ഒളിഞ്ഞു നോട്ടം പാടില്ല. ഫഇല്ലം തജിദൂ ഫിഹാ ഫലാ തദ്ഖുലൂഹാ, നിങ്ങൾക്ക് അവർ അനുവാദം നൽകിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ സലാം പറഞ്ഞിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ ആ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പാടില്ല, പാടില്ല. ഖുർആനിന്റെ കൽപ്പനയാണ്, ഖുർആനിന്റെ വിളംബരമാണ്. ഉൾക്കൊള്ളണേ മുസ്ലിമേ, ഉൾക്കൊള്ളണേ മുസ്ലിമത്തെ, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ കാറ്റലോഗാണ്, നമ്മുടെ വഴികാട്ടി വിശുദ്ധമായ ഖുർആനാണ്.
ഖുർആനാണ്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടാതെ ആ വീട്ടിലേക്ക് നിങ്ങൾ കടക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫഇൻ ഖീല ലക്കും ഇർജിഊ ഫർജിഊ, ഇനി വീട്ടുകാര് ആ വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുകയാണ്, മറങ്ങിപ്പോയ്ക്കോ, പിന്നീട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ, എന്റെ ഭർത്താവ് ഇവിടെയില്ല, നിങ്ങൾ വൈകുന്നേരം വന്നാൽ മതി, അല്ലെങ്കിൽ പിറ്റേ ദിവസം വന്നാൽ മതി, അടുത്ത ആഴ്ച വന്നാൽ മതി എന്ന് ആ വീട്ടിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായാൽ ഫർജോ, വേഗം തന്നെ മടങ്ങിപ്പോയിക്കോണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഹുവ അസ്കാ ലക്കും, അതാണ് ഏറ്റവും നല്ല പരിശുദ്ധിയുടെ പ്രവർത്തനം, അതാണ് ഏറ്റവും കരണീയമായ പ്രവർത്തനം, ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ലക്ഷണവും അത് തന്നെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇവിടെ ആളില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പൊയ്ക്കോണം. അപ്പൊ സൽസ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. അത് വാപ്പ കാണിച്ചു കൊടുക്കണം. മറ്റൊരാളുടെ വീടിന്റെ ഉമ്മറത്ത് പോയി നിൽക്കേണ്ട ശൈലി, അവിടെ പോയി അസ്സലാമു അലൈക്കും പറയുന്ന രീതി, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന രീതി, വീട്ടിൽ മക്കളോട്, ഭാര്യയോട്, കുടുംബത്തോട് സംസാരിക്കുന്ന സംസാരം, ഇതൊക്കെ അടയാളപ്പെടുത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4 കാര്യങ്ങളാണ് നീ ശ്രദ്ധിക്കേണ്ടത്. ആ 4 കാര്യങ്ങൾ നിന്നിലുണ്ടായാൽ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ, ഈ ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടാലും നീ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അതിലാദ്യമായി നബി തങ്ങൾ പറഞ്ഞത് ഹിഫ്ളു അമാനത്തിൻ, ഉത്തരവാദിത്തങ്ങൾ സൂക്ഷിക്കലാണ്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ് വസിദഖു ഹദീസിൻ, സത്യം പറയലാണ്. മൂന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് വഹുസ്നു ഖലീഖത്തിൻ, നല്ല സൽസ്വഭാവം വെച്ച് പുലർത്തലാണ്. നാലാമതായി അവസാനമായി റസൂലുള്ളാഹി പറയുകയാണ് വഇഫ്ഫത്തു തുഅമത്തിൻ, നല്ല ഭക്ഷണം കഴിക്കണേ, ഹലാൽ സമ്പാദിക്കണേ, ഹലാലായത് ഭുജിക്കുകയും ചെയ്യണേ. ഹലാല് സമ്പാദിക്കുകയും ഹലാല് കഴിക്കുകയും ചെയ്താൽ നിന്റെ അമലുകളെ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇസ്ലാമിൽ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് മതപരമാകുന്ന നിലയ്ക്ക് അറിവ് നടത്തപ്പെട്ടതും അനുവദിക്കപ്പെട്ടതുമാകുന്ന വസ്തുതകൾ മാത്രം ഉപയോഗിക്കുന്നതിനാണ് ഹലാൽ എന്ന് പറയുക. അതല്ലാത്തതിനെ ഹലാലിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. بسم الله الرحمن الرحيم يا أيها الرسل كلوا من طيبات ما رزقناكم واشكروا لله كلوا مما في الأرض حلالا طيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെയും പ്രവാചകന്മാരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ പ്രവാചകന്മാരെ, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ മാനവകുലമേ, നിങ്ങൾ അനുവദനീയമായ ഹലാലായ ശുദ്ധമായ മാംസം കഴിക്കണേ, ശവം തിന്നരുതേ, തിന്നരുതേ. എന്തിനാണ്? വഅമലു സാലിഹാ, നിങ്ങൾ നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സുഹൃതങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിച്ചെങ്കിൽ മാത്രമേ നല്ല അമൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലാക്കണം. ഇപ്പൊ നിസ്കരിക്കാൻ എന്താ നിനക്കൊരു മടിയതൊക്കെ? നിന്റെ ഭക്ഷണം മുൻഗാമികൾ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ കഴിച്ച ഭക്ഷണം പടച്ചറബ്ബേ ഹലാലാണോ? ഒരു കടയിൽ കയറിയാൽ ആദ്യം തന്നെ അവിടെ ഉള്ളത് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തും. അത് മോശമായ എവിടെന്നെങ്കിലും കട്ടും മോഷ്ടിച്ചും കൊണ്ടുവന്നതാണോ എന്നുള്ളത് ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടങ്ങളിൽ ഉമ്മമാര്, ഭാര്യമാര് വീടിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാരോട്
ജോലിക്ക് പോകുന്ന ദൂരെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് വാതിക്കൽ നിന്നിട്ട് വിളിച്ചു പറയും. എന്ത് പറയും? ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലന്നാർ. ഞങ്ങൾ നരകത്തിന് മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ ഈ ദുനിയാവിൽ വിശപ്പിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വിശപ്പുണ്ടായാൽ ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഇയ്യാക വകസബൽ ഹറാം, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയപ്പെട്ട പ്രിയതമാ, നിങ്ങളെ സൂക്ഷിക്കണേ, ഹറാമ സമ്പാദിക്കണേ, സൂക്ഷിക്കണേ. ഹറാമ സമ്പാദിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. അതിലൂടെ ഞങ്ങളൊക്കെ കഴിക്കപ്പെട്ടാൽ ഞങ്ങളെ നരകത്തിലേക്ക് എറിയപ്പെടും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വിശപ്പുണ്ടായാൽ ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. പക്ഷേ നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല കേട്ടോ. അതുകൊണ്ട് ഹറാമ് വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ശരീരം അത് തീർച്ചയായും നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഗൗരവമായി ചിന്തിക്കേണ്ട പാഠമാണ്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, അവന്റെ സമ്പത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. അയൽവാസി സുന്ദരമായ വീട് വെച്ചത് കണ്ടിട്ട് എന്തേടാ നീ 10 കൊല്ലമായി ഗൾഫിൽ പോകുന്നു, ഇതുവരെ ഒരു നില പോലും നീ കറക്റ്റായി പണിതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലുള്ളവരെ മോശപ്പെട്ട ജോലിക്ക് വേണ്ടി നിർബന്ധിക്കരുതേ. ഇയ്യാക വകസബൽ ഹറാം, നീ നിന്നെ സൂക്ഷിക്കണേ. ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നതിനെ ശ്രദ്ധിക്കണേ. ഒരുപാട് ആളുകൾ സമ്പത്ത് ഹറാമായ മാർഗത്തിലൂടെ ഒരുമിച്ച് കൂട്ടുന്നവരുണ്ട്. അതിനുവേണ്ടി അന്യരെ കൊല്ലാൻ പോലും മടിക്കാത്ത യുവാക്കളുള്ള കാലഘട്ടമാണ്. വ്യഭിചരിക്കാൻ, സിനിമ കാണാൻ, സീരിയൽ ദർശിക്കാൻ, അശ്ലീല തലത്തിലേക്ക് കണ്ണും കാതുകളും കൊണ്ടുപോകാൻ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ, അടിച്ചു പൊളിക്കാൻ ഏതെങ്കിലും ബാങ്കുകളിലോ മാളുകളിലോ പോയിരുന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ, എറണാകുളത്തോ ബാംഗ്ലൂരിലോ ബോംബെയിലോ ഏതൊക്കെ റെഡ് സീറ്റുകളുണ്ടോ അവിടെയെല്ലാം പോയി അടിച്ചു പൊളിച്ച് രസിച്ച് രമിക്കാൻ വേണ്ടി, സമ്പത്ത് ചൂതാട്ടം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ, അതിനുവേണ്ടി ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നവരെ ശ്രദ്ധിക്കണേ. വൈഫത്തു തുഅമത്തിൻ, ഹറാമല്ലാത്ത ഹലാലായ സമ്പാദ്യം കൊണ്ട് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണേ. അത് മാത്രം കഴിച്ച് നിലകൊണ്ടാൽ മാത്രമാണ് നിനക്ക് ദുആഇന് ഇജാബത്ത് ലഭിക്കുക എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ലത് കഴിക്കണേ. വഅമലൂ സാലിഹാ, നല്ല അമലുകളും ചെയ്യണേ. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂല് 10,000 സഹാബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഓതുമ്പോ ഫഖാമ സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ഉദ്ഉല്ലാഹ ലി അൻ അകൂന മിൻ മുസ്തജാബി ദഅവാത്, എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നവരായി ഉൾപ്പെടുന്ന വ്യക്തിത്വമായി മാറാൻ, റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹു
തകുത്താത്തതാകുന്ന വ്യക്തികളിൽ ഉൾപ്പെടാൻ തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നീ ഹലാൽ കഴിക്കണേ, തകുൻ മുസ്തജാബു ദഅവാ. നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിക്കണേ, ഹറാമ് കഴിക്കരുതേ, ഹറാമ് ഭുജിക്കരുതേ, ഹറാമ് സമ്പാദിക്കരുതേ. ഹലാല് സമ്പാദിച്ച് ഹലാല് ഭുജിച്ച് നീ ദുആ ചെയ്താൽ തകുൻ മുസ്തജാബു ദഅവാ. പഠിച്ചു വെക്കേണ്ട പാഠമാണ് പെങ്ങളെ. എത്രയെത്ര ഉമ്മമാരാണ് സങ്കടം പറയുന്നത്, ഉസ്താദേ എന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നില്ലല്ലോ, ഞാൻ ദിക്ർ ചൊല്ലുന്നവളാണ്, ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കുന്നവളാണ്, ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവനാണ്, ഞാൻ റവാത്തിബു സുന്നത്തുകൾ അമൽ ചെയ്യുന്നവനാണ്, ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലുന്നവളാ. ദുആഇന് ഇജാബത്ത് ഇല്ലാത്തത് എന്താണ്? നിനക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണോ? തകുൻ മുസ്തജാബു ദഅവയായി മാറണോ? നീ ഹലാല് സമ്പാദിക്കണേ, നിന്റെ ഭർത്താവിനോട് ഹറാമ് കൂട്ടരുതേ, വീട്ടിലേക്ക് കൊണ്ടുവരരുതേ എന്ന് പറയണേ. ഇന്നത്തെ സഹോദരിമാര്, ഇന്നത്തെ ഭാര്യമാര് വലിയ കുറ്റം ചെയ്യുന്നവരാണ്. എന്തെന്നറിയുമോ? അയൽവാസിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഭാര്യയും ഉമ്മയും പറയുകയാണ്, എടാ എത്ര നാളായി നീ കച്ചവടം തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി നീ ഗൾഫിൽ പോയിട്ട്, 20 കൊല്ലമായിട്ട് പോലും ഒരു വീട് കേറ്റാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അയൽവാസിയാകുന്ന ജാബിറിലേക്ക് നോക്ക്, അയൽവാസിയാകുന്ന ഉസ്മാനിലേക്ക് നോക്ക്. അവൻ 3 കൊല്ലം കൊണ്ട് ഗൾഫിൽ പോയിട്ട് അവനിതാ വലിയ മനോഹരമായ വീട് വെച്ചു, അവൻ അങ്ങാടിയിൽ വലിയതാകുന്ന സ്ഥലം വാങ്ങിച്ചു, അവിടെ ബിൽഡിംഗ് കെട്ടാൻ പോവുകയാണ്. ഇത് ഉമ്മ പറയുന്നത് കേൾക്കുകയാണ്, ഇത് ഭാര്യ പറയുന്നുകൊണ്ട് കേൾക്കുകയാണ്. നല്ല ഒരു ജോലിയാണ്, ഹലാലായ ജോലിയാണ്, ഹലാലായ സമ്പാദ്യം കൊണ്ട് കിട്ടുന്ന സമ്പാദ്യം അത് നിർബന്ധം ചൊലുത്തിയിട്ട് ഉമ്മയും ഉപ്പയും സഹോദരിമാരും ഭാര്യയുമടക്കം നിർബന്ധം ചൊലുത്തുകയാണ്. പാവപ്പെട്ട മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയാണ്, ഹറാമ് സമ്പാദിക്കാൻ നിർബന്ധിതനാവുകയാണ്. അവന് പാർട്ട് ടൈം ജോലി, മോശപ്പെട്ട ജോലികൾ തേടിക്കൊണ്ട് പോയാണ്, അടിച്ചു മാറ്റാൻ വേണ്ടി തുനിയുകയാണ്, അറബിയത്തിക്കാനയിലാക്കാൻ പരിശ്രമിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ഭാര്യയല്ലേ. ആരാണ് ഉത്തരവാദി? ഭർത്താവിനെ നിർബന്ധിച്ച ഉമ്മയല്ലേ, ഭർത്താവിനെ നിർബന്ധിച്ച ഉപ്പയല്ലേ. ആരാണ് ഉത്തരവാദി? വാപ്പയെ നിർബന്ധം ചൊലുത്തിയ മകളല്ലേ, മകനല്ലേ. പാവപ്പെട്ടവൻ ഹലാല് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചിരുത്തണേ. കാരണം നാളെ ആഖിറത്തിൽ ഖേദമാണ്. മാനബത മിനൽ ഹറാം, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ആരൊരുവൻ ഈ ദുനിയാവിൽ ഹറാമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടിയോ, അതിലൂടെ ഭക്ഷണം കഴിച്ചോ, അവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നൽ അബ്ദ ലയഖ്ദിഫു റുഖ്മതൽ ഹറാം ലാ യഖ്ബലുല്ലാഹു അമലഹു. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരടിമ ലയഖ്ദിഫുൽ ലുഖ്മതൽ ഹറാമ, ഹറാമായ സമ്പാദ്യത്തിലൂടെ ഹറാമായ ഭക്ഷണം ഒരു പിടി വായിലേക്ക് വെച്ചാൽ ലാ യഖ്ബലുല്ലാഹു അമലഹു, അല്ലാഹു അവന്റെ അമലിനെ സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.
നീ നിസ്കരിച്ച നിസ്കാരം, നീ നോറ്റു വീട്ടിയ നോമ്പുകൾ, നീ കൊടുത്തു വീട്ടിയ സക്കാത്തുകൾ, നീ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതാകുന്ന പ്രാർത്ഥനകൾ, നീ നമസ്കരിച്ച നിസ്കാരങ്ങൾ, നീ പാതിരാത്രി സമയത്ത് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്ത പ്രാർത്ഥനകൾ ഒന്നും തന്നെ അല്ലാഹു സ്വീകരിക്കില്ല. ലാ യഖബലുല്ലാഹു അമാലഹു, അവന്റെ അമലുകളെ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒറ്റ പിടി വായിൽ വെച്ചതേ ഉള്ളൂ, അമല് പോയി. പിന്നെ എങ്ങനെ ദുആ സ്വീകരിക്കും? അല്ലാഹു നമ്മളെ കാക്കട്ടെ.